പത്രാസൊക്കെ കാണിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ. അപ്പൊ അതൊന്നുമില്ല, ഞാനൊരു ഒരു സാമ്യതയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ആ ഫോട്ടോയിലൊക്കെ ഉള്ളത്. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു മിനിറ്റ് പോലും ഈ മനുഷ്യൻ നല്ലൊരാൾ കല്യാണം, ഈ ആള് പ്രഗത്ഭനായ ഇദ്ദേഹം കല്യാണം വെച്ചു ഞാനൊരു ദേശം മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ അന്ന് ഇദ്ദേഹത്തെ പറ്റി കാര്യമായിട്ട് കേട്ടിട്ടുണ്ടോ? വായിക്കൂല പുസ്തകം. കാരണം പുസ്തകത്തിന്റെ ആളെ 10ാം ക്ലാസ് പഠിക്കണം, അന്ന് പഠിക്കുന്നുണ്ട്. അന്ന് 10ാം ക്ലാസ്സിൽ. അപ്പൊ എന്ത് തോന്നി ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ? ആലോചന വന്നപ്പോ പിന്നെ വലിയ പ്രയാസം വേണമെങ്കിൽ കല്യാണം കഴിക്കാന്ന് തോന്നി. അപ്പൊ ഞാൻ അയാളോട് പറയുന്നത് പ്രത്യേകം പറഞ്ഞാണ്, എനിക്ക് കല്യാണം കഴിക്കിടക്കുന്ന സംഗതി ശരിയാണ്, എനിക്ക് ജോലിക്ക് പോകണം. എന്റെ വാപ്പക്ക് ഞാൻ മൂത്ത മോളാണ്, ഞാൻ മൂത്ത സന്താനാണ്. ബാക്കി 7 വയസ്സിന് അപ്പാണ് എന്റെ ആങ്ങളമാര്. ബാക്കി 3 പെൺകുട്ടികൾ 4 പെൺകുട്ടികളുണ്ട്. അവരെ പഠിപ്പിക്കണം. അപ്പൊ എന്റെ വാപ്പന് ഒരു ക്ഷീണം പിടിച്ച ഒരാളാണ്. ഈ ഇവിടുത്തെ സ്കൂൾ ബേപ്പൂർ സ്കൂളിലെ മാഷാണ്. ഇവിടെ ബേപ്പൂർ LP സ്കൂൾ UP സ്കൂളിലെ മാഷ. അദ്ദേഹത്തെ സഹായിക്കണം. അപ്പൊ സഹായിക്കുന്നത് നിർബന്ധമാണ്. അതെ, കാരണം ചെറിയ കുട്ടികളാണ് ബാക്കിയുള്ളത്. പോയിക്കാണ് എന്റെ വാപ്പ പറ്റും. അതാ ഞാനെന്റെ പോയതാണ് മരിച്ചത്. കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഭയങ്കരമായ ക്ഷീണമൊക്കെ പിടിച്ച് വായിച്ച് 2 കൊല്ലം ആണ് എന്നിട്ടുള്ളൂ. പിന്നെ മരിച്ചു. ഉമ്മ ആ ദുഃഖത്ത് കിടന്ന് ഉമ്മയും മരിച്ചു. പിന്നെ ഈ 6 ആൾക്കാരെ നോക്കാനായിട്ടാണ് ഇദ്ദേഹം ആ നാട് വിറ്റിട്ട് ഇവിടെ വന്നത്. അത് ശരി. ഇതാണ് ഈ ബേപ്പൂർ രാജ്യത്ത്. ബേപ്പൂരിന്റെ ചെറുവണ്ണൂരാണ് വന്നത്. പക്ഷെ ചെറുവണ്ണൂർ ഞങ്ങളെ സ്കൂൾ ഉമ്മയുടെ അനിയന്മാരെയും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പോ അവിടെ വിൽക്കണ്ട, നമ്മളിവിടുന്ന് ഈ കുട്ടികളെ കൂട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് ബാക്കി ഒരു കൊല ഒന്നായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ പറയും, പ്രത്യേകിച്ച് ആ വൈക്കക്കാരല്ലേ. അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പോവാന്ന്. അല്ല, നമുക്ക് ഇവിടെ കെട്ടിട്ടിട്ട് അല്ല എന്നെ കല്യാണം കഴിച്ചെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാം. അവിടെ വീട് വെച്ചിട്ടാ കല്യാണം കഴിഞ്ഞൂടെ പോയിട്ട് നമ്മൾ വീട് വെച്ച്. അപ്പൊ അത് ഫെഡറൽ ബാങ്കാണ്. ഞാൻ അങ്ങനെ കേട്ടു. ഫെഡറൽ ബാങ്കിന്റെ ശാഖ അവിടെ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം വന്നിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ ഫെഡറൽ ബാങ്കിന് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. അത് ശരി. ഇവിടെ അപ്പൊ ചെറിയ വീട് അന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് വെറും ബസ്സോട്ട് വാങ്ങിച്ചതല്ലേ, അതോ വീടടക്കം വാങ്ങിച്ചാണ്? വീടടക്കം വാങ്ങിയതാണ്. പക്ഷെ ഇത് നമ്മൾ മോശം വലുതാക്കിയതാണ്. ഇത് ഇങ്ങനെ ആക്കിയത്. ഈ വസ്തുത്രം തന്നെ ഉണ്ടായിരുന്നത് 2 ഏക്കർ ഉണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്നത് ഇതായി നിൽക്കുന്നത് വേലക്കാർക്ക് ഉണ്ട്. എന്റെ മരുമോളാണെന്നുവെച്ചാൽ ഒരു കോഴ്സിന് പഠിക്കുന്നുണ്ട്. ഓള് പിന്നെ യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങോട്ട് വരികയുള്ളൂ. ഉണ്ടാവും വണ്ടിയിൽ. അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെ അവള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇന്നാണ് വലിയക്കാർക്ക് വീട് വന്നിട്ടുമില്ല. അവളെ വീട് കല്യാണം ആങ്ങളുടെ മക്കളെ. അതുകൊണ്ട് മുറ്റൊന്നും അടിച്ചിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വൃത്തികേടായിരിക്കും. ഇങ്ങനെ ഒന്നല്ല, ഞങ്ങളെ വീട് നല്ല വൃത്തി കൊടുക്കും. ഇത് വൃത്തിക്ക് കുറവൊന്നുമില്ല. അല്ല, എന്നാലും അതെല്ലേ. പിന്നെ ആരും വരെ എന്നതിന് വന്ന ആൾക്ക് കണക്കൊന്നുമില്ല. സ്കൂൾ കുട്ടികളും ടീച്ചർമാരൊക്കെ